ഉലുവ, ജീരകം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കതിനെ ഒന്ന് വെള്ളം കളഞ്ഞ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലൊരു ടിപ്പെന്ന് പറയുന്നത്, ഇതിൽ കഴുകുന്ന ഈ ഒരു വെള്ളം, ഈ അരി കഴുകുന്ന ഈ വെള്ളം ഏറ്റവും കൂടുതൽ ഈ തലമുടിക്കൊക്കെ യൂസ് ചെയ്യുന്നത് ബെറ്ററാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ തലമുടിക്കൊക്കെ നല്ല കൊഴുപ്പ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു വളർച്ച കൂടുതൽ കിട്ടുന്നതാണ് ഇതിൻ്റെ വെള്ളമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉലുവയുണ്ട്, മെയിനായിട്ട് ഉലുവയുണ്ട്, പിന്നെ പച്ചപ്പയറിൻ്റെ ഇതുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ തലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തല കഴുകാൻ, തലമുടി കഴുകാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികളായിരുന്ന കൂടെ തന്നെ അവർക്ക് തലമുടി കഴുകാനൊക്കെ ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയല്ല നമുക്കിതൊന്ന് കഴുകി എടുക്കാം. എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫിൽറ്റർ ചെയ്ത് ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്ന് വെജിറ്റബിൾസ് ഇതിന് ആവശ്യമുള്ള ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ റൈസെല്ലാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് വെച്ചേക്കുന്നത്. ഇത് കറക്റ്റായിട്ട് 1 ഗ്ലാസ് റൈസേ ഉള്ളൂ. അപ്പം ഞാനിത് 1 ഗ്ലാസ് റൈസിലെങ്ങനെ ചെയ്യുന്നത്, അതനുസരിച്ച് നിങ്ങൾ എത്ര വീട്ടിലെ ക്വാണ്ടിറ്റി എത്ര പേരാണുള്ളത് അതനുസരിച്ച് നിങ്ങൾക്കൊന്ന് അതിൻ്റെ ഗ്ലാസ് എണ്ണം കൂട്ടാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് വാഴക്കൂമ്പ്, അതിൻ്റെ വാഴക്കൂമ്പിൻ്റെ പൂവ്, ഇല, പിന്നെ അതുപോലെ തന്നെ ഇത് അമരയ്ക്ക, വലിയ അമരയ്ക്കാണ്. പിന്നെ അമരയ്ക്കയുടെ സീഡ്, പിന്നെ അതിൻ്റെ അമരയ്ക്കയുടെ സീഡ് എടുത്തിട്ട് അതിൻ്റെ ഇതും കൂടെ അമരയ്ക്കയും കൂടെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. വാഴക്കൂമ്പിൻ്റെ പൂവ് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കോണ്, പിന്നെ ചെറിയ ഉള്ളി, അതേപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇതിൻ്റെ കൂടെ ഈ അമരയ്ക്ക, വലിയ അമരയ്ക്കയുണ്ട്, പിന്നെ അതിൽ നോർമൽ അമരയ്ക്കയും കൂടെ ചേർത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴയ്ക്ക, ഇതാണ് ഇതിലെ മെയിനായിട്ട്. പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്തായിരിക്കും കട്ട് ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ്. ഇതിനെക്കാട്ടി കൂടുതൽ ഇതിൽ ആഡ് ആകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ളതിന് കരിയേപ്പില, കൊത്തമല്ലി, ജീര, പിന്നെ പെപ്പർ, പിന്നെ ഒരു മുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ അരിയും, ഡാല്, പിന്നെ പയർ, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതിന് ആവശ്യത്തിനായിട്ടുള്ള ഒരു എത്ര ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത് അതിനെക്കാട്ടി കൂടുതൽ, നമ്മളിപ്പോൾ കഞ്ഞിയായിട്ടാണല്ലോ കുടിക്കുന്നത്, അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം കൂടെ ചേർത്ത് ആഡ് ചെയ്ത് നമുക്കത് കുക്ക് ചെയ്യാം. ഇതൊരിക്കലും മൂടി വയ്ക്കരുത്. മൂടി വയ്ക്കാതെയാണ് ഇത് വയ്ക്കാനുള്ളത്. മൂടി വയ്ക്കില്ലെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുക്കറിൽ യൂസ് ചെയ്യുന്നത് കുക്കർ വെച്ച് മൂടി വയ്ക്കരുത്. നോർമലായിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ കഞ്ഞി എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ വരണം. പിന്നെ ഇതിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. മഞ്ഞപ്പൊടി ആഡ് ചെയ്യണം. പിന്നെ ഇതിൽ ജീരകമുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് കഴിക്കുന്ന ഫുഡിൻ്റെ ദഹനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഈ ഉലുവയൊക്കെ വരുന്നത്. കൊളസ്ട്രോളിൻ്റെ ഇതൊക്കെ കുറയാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ഉലുവയുടെ വെള്ളമാണ് ഏറ്റവും കൂടുതൽ കുടിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയും നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് നോക്കാം.
ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു കഞ്ഞിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സാധാരണ കോവിലൊക്കെ കഴിക്കാൻ കഞ്ഞി കഴിക്കാറുണ്ട്. പക്ഷേ ഇത് ഒരു വ്യത്യസ്തപരമായിട്ടുള്ള കഞ്ഞിയാണ്. ഇപ്പോൾ COVID-19 ഇപ്പോൾ ഉള്ളത് ആ ഒരു അസുഖത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പഴയ കാലത്തേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നല്ലൊരു കഞ്ഞി ഉണ്ടാക്കി. ഈ കഞ്ഞിയുടെ പ്രത്യേകത ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് അതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ആ ഡീറ്റെയിൽ എല്ലാം അതിലുണ്ട്. എങ്ങനെയായാലും നമുക്കൊരു കാര്യം ചെയ്യാം, കഞ്ഞി ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. ഇതെൻ്റെ ചെറിയ കിച്ചൺ, വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു കിച്ചണിൽ നിന്നാണ് എൻ്റെ കഞ്ഞിയെല്ലാം. എല്ലാം നമ്മൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഞ്ഞി ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. സൂപ്പറായിട്ടുണ്ട് കഞ്ഞി. എല്ലാവരും ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. വീട്ടിൽ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് ഏറ്റവും നല്ലത്, മുതിർന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. ഇതിൽ വെജിറ്റബിൾസ് എല്ലാം ആഡ് ആയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെജിറ്റബിളിലുള്ള ലീവ്സ് ഇത് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാം ഒന്നുമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ കുട്ടികൾക്കും അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. എല്ലാവരും എൻ്റെ വീഡിയോ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്കൊന്ന് റീച്ച് ആവത്തുള്ളൂ.